ഇപ്പോൾ ആസ് എ ലോൺ കോച്ച് എന്ന നിലയിൽ നമ്മളിലേക്ക് ഒത്തിരി പേര് ഇപ്പോൾ ലോണുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ അവർ ഈ വരുന്ന ഭൂരിഭാഗം പേരും നമുക്ക് ഒരു പ്രോജക്റ്റുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ എങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് അവരെ ലോണിലേക്ക് കൊണ്ടുപോകുന്നത്? ഓരോ ബിസിനസ്സിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ ക്രെഡിബിലിറ്റി തന്നെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വരുന്ന കസ്റ്റമർക്ക് എത്രത്തോളം ക്രെഡിബിൾ ആണ്, എത്ര ഫിനാൻഷ്യലി അവൻ സ്ട്രോങ് ആണ്. കാരണം ഏതൊരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോഴും പ്രൊമോട്ടർ കൊണ്ടുവരേണ്ട, കസ്റ്റമർ കൊണ്ടുവരേണ്ട ഒരു പോർഷൻ ഉണ്ട്, മാർജിൻ എന്ന് പറഞ്ഞിട്ട്. അത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കും മെയിനായിട്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, 10 കോടി ഇൻവെസ്റ്റ്മെൻറ്റുള്ള ബിസിനസ് തുടങ്ങുകയാണ്. 20% കസ്റ്റമർ കൊണ്ടുവരാം, നമ്മൾ 2.5 കോടി കസ്റ്റമർ കൊണ്ടുവരണം, 7.5 കോടി ബാങ്ക് തരുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ 2.5 കോടി മതിയാവണമെന്നില്ല. ഇനി 1 കോടി കൂടിയാലും കസ്റ്റമർക്ക് അത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ബാങ്ക് അസസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് പൊളിഞ്ഞു പോകും. മനസ്സിലായി? കറക്റ്റ് എൻ്റെ കയ്യിൽ 20% ഉണ്ട് എന്ന് പറഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കത് നന്നായി പോവാം. പക്ഷേ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് കുറച്ചും കൂടി കൂടാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ടാവുക.